വന്ദനെ, നിനക്കൊപ്പം ദൈവമോളെയും സംരക്ഷിക്കുന്ന വാക്ക് തന്നിട്ടാ ഞാൻ നിങ്ങളെ കൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നത്. എന്റെ ജീവൻ കൊടുത്തും ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. മോളെ, ആഹാ, എന്താ ഒരു ആലോചന? വല്ല കവിതയും കുറിക്കാൻ പ്ലാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏട്ടനൊരു കാര്യം ചെയ്, കവിതയാക്കണ്ട, ഒരു താരാട്ടുപാട്ട് തന്നെ ആയിക്കോട്ടെ. ആരാട്ടുപാട്ട് എഴുതുന്നതിന് മുമ്പ് ഒരു ചരമഗീതം കുറിക്കേണ്ടി വരുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. ചരമഗീതോ? ആർക്ക്? നമ്മുടെ സ്വർഗത്തിലെത്തിയ ആ കിഴവി കട്ടുറുമ്പിന്, നിന്റെ അച്ചമ്മയ്ക്ക്. ഏട്ടാ, എന്ത് ദുഷ്ടത്തരമായി പറയുന്നത്? ഒന്നുമില്ല, നമ്മുടെ കുഞ്ഞിന്റെ കരുതലിലല്ലേ അച്ഛമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്നോട് എന്ത് സ്നേഹമെന്നറിയോ അച്ഛമ്മയ്ക്ക്? എനിക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരും. അച്ചമ്മയാണെങ്കിലും കൊച്ചമ്മയാണെങ്കിലും നിന്നെ ആരും സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്ന അവരെനിക്ക് ഇഷ്ടമല്ല. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നേ? എന്റെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇതെന്റെ സ്വന്തം മുത്തശ്ശിയാണ്, എന്റെ സ്വന്തം പെറ്റമ്മയായി ഞാൻ ഇവരെ ദത്തെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് മറന്നുപോയോ? അതൊക്കെ അന്ന്. ഇപ്പൊ കാലം മാറി. എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ? ഞാൻ ഇങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. അത് അച്ഛനായാലും അമ്മയായാലും അച്ഛമ്മയായാലും. ഏട്ടാ, അച്ഛമ്മ വന്നത്? അച്ഛമ്മ വന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഇഷ്ടമല്ല. ഏട്ടാ, ചിലപ്പോഴൊക്കെ അല്പം കൂടുന്നുണ്ട് കേട്ടോ. അതേടി, ഞാൻ ഇങ്ങനെയാ. എന്റെ ഇഷ്ടം വേണം ഇവിടെ നടക്കാൻ. അല്ലെങ്കിലുണ്ടല്ലോ, ആ എനിക്കങ്ങോട്ട് വരാവോ? അതിനെന്താ മുത്തശ്ശി, ഈ വീട്ടിൽ എവിടേക്ക് വേണമെങ്കിലും വരാനുള്ള സ്വാതന്ത്ര്യം മുത്തശ്ശിക്കുണ്ടല്ലോ. മുത്തശ്ശി വന്നത് നന്നായി. ഇവൾക്ക് 100 കൂട്ടം സംശയങ്ങളാ മുത്തശ്ശി. വേറെ ഒരു ബിസിനസ്സുകാരനായ എനിക്ക് ഈ അവസ്ഥയിലുള്ള സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ പറ്റുമോ? മോളെ, അത്തരം സംശയങ്ങളൊക്കെ പരിഹരിക്കാനല്ലേ അച്ഛമ്മ വന്നിരിക്കുന്നേ? പിന്നെന്തിനാ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിച്ച് നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കുന്നേ? വഴക്കടിച്ചെന്നോ? ആര് വഴക്കടിച്ച കാര്യം അച്ഛമ്മ പറയുന്നേ? നിങ്ങളുടെ ഒച്ചത്തിലുള്ള സംസാരം കേട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഓ, അതാണോ? കമ്പനി മാനേജറെ ഫോണിൽ വിളിച്ച് ഫയർ ചെയ്ത ശബ്ദം മുത്തശ്ശി കേട്ടത്. അതെ അച്ഛമ്മേ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, വഴക്കുമില്ല. ഓ, കമ്പനി വഴക്കായിരുന്നോ? എന്റെ അമ്മോ, ഇപ്പോഴാ എനിക്ക് സമാധാനായേ. വിക്രമിന്റെ ഒച്ചത്തിലുള്ള സംസാരം കേട്ടപ്പോഴേ ഞാൻ വെറുതെ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. എന്ത് തെറ്റിദ്ധരിച്ചെന്ന്? ഞാനിവിടെ കഴിയുന്നതേ വിക്രമിന് ഇഷ്ടമല്ലേ എന്ന്. അയ്യോ, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളും പറയില്ല മുത്തശ്ശി. എന്റെ മുത്തശ്ശി വീടിന്റെ ഐശ്വര്യമുള്ള പിറക്ക, കാവൽ മാലാഖയാണ്. ജീവിതകാലം മുഴുവൻ മുത്തശ്ശിക്ക് ഇവിടെ സുഖമായിട്ട് കഴിയും. തെറ്റിദ്ധാരണയൊക്കെ മാറി അച്ഛമ്മേ. എല്ലാം മാറി. എന്റെ മോൻ സ്നേഹമുള്ളവനാ.
നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ആ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണല്ലോ. പിന്നെയും നാണം കെട്ട് കേറി വന്നു അല്ലേ? പ്രകാശേട്ടാ, ഹലോ, ഇതേ പൊതുമുതലല്ല. മനസ്സിലായില്ല. ഹ്, പ്രകാശിന്റെ പണം മുടക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമാണെന്ന്. പ്രകാശിന്റെ കുടുംബത്തിന് മാത്രം കഴിക്കാനുള്ളതാണെന്ന്. എന്ത് ഇച്ചിത്തരായി പറയുന്നേ? ഇവിടെ 2 ചെലവും 2 അടുക്കളയാണെന്ന് ഹരിത അറിഞ്ഞിട്ടില്ല. അന്നത്തിന്റെ കാര്യത്തിലെങ്കിലും അല്പം മര്യാദ കാണിച്ചൂടെ? ഹരിത ആഹാരം കഴിക്കും. കഴിക്കട്ടെ. പക്ഷേ പിണങ്ങിപ്പോയ അച്ചിയുടെ കാല് പിടിച്ച് തിരികെ കൂട്ടിക്കൊണ്ട് വരുമ്പോ അവൾക്ക് വേണ്ട ഭക്ഷണം കൂടി കരുതണമായിരുന്നു. അത് ചെയ്തില്ലല്ലോ. അപ്പോൾ ഇതേ പ്രകാശിന്റെ അവതാരമാണെന്നുള്ള ബോധമെങ്കിലും വേണം. ഓ, ഒരു ഔദാര്യക്കാരൻ. ജോലിയും കൂലിയുള്ള കാലത്തെ ഈ വീട്ടില് തീ പുകയാൻ കുറെ കാശ് പൊടിച്ചിട്ടുള്ളവളാ എന്റെ ഹരിത. അന്ന് ഹരിതയുടെ ചെലവിലുള്ള ഭക്ഷണം കുറെ ഓസിയിട്ടുള്ള ആളാണ് ഇന്ന് അവൾ ഒരു ചപ്പാത്തി എടുത്തപ്പോ കണക്ക് നിരത്തുന്നത്. നേരത്തുടാ, കാശുണ്ടാക്കുന്നവന്റെ ദണ്ണേ നിനക്കറിയില്ല. എന്റെ ഭാര്യ ആഹാരം കാണാത്ത വീട്ടിൽ വളർന്നവളൊന്നുമല്ല. ചെറ്റത്തരം കാണിക്കുമ്പോ അത് ആരോടെ കാണിക്കുന്നതെന്ന് ആലോചിക്കുന്നത് നല്ലതാ. എച്ചികളല്ലേലും എന്നും എച്ച് തന്നെയാ. നീയാടാ എച്ചി. നീയാ 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 എച്ചി എച്ചി. പൊട്ടിക്കടാ പൊട്ടിക്കൂടാ. എന്നെ പൊട്ടിക്കാൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട അച്ഛന്റെ പെൻഷൻ പണം തട്ടിയെടുത്ത് കുടുംബം തൊലച്ചിട്ട് ആള് കളിക്കുന്നോടാ നീ. അച്ചിയുടെ വിശപ്പടക്കാൻ പോക്കില്ലെങ്കിലേ അവളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങടാ. ചേട്ടത്തരം പറയരുത്. പറയാ തന്നെ അല്ലടാ. എന്നെ അടിച്ച് കർണം പൊട്ടിക്കടാ. അടിച്ച് കർണം പൊട്ടിക്കുക മാത്രല്ല കൊല്ലെങ്കിൽ. നീ പോടാ, നീ ആദ്യം ഇറങ്ങടാ. തമ്മിൽ തല്ലി ചാകാൻ നിൽക്കുന്ന മക്കളെ പിടിച്ചു മാറ്റാൻ പോലും ആവതില്ലാത്ത ഒരു അച്ഛനുമ്മയാ. അതോർത്തെങ്കിലും ഒന്ന് അടങ്ങിനടാ. എന്തിനു തമ്മിൽ തല്ലുന്നേ? അതിന് തക്കവണ്ണം എന്താ ഇവിടെ ഉണ്ടായത്? എന്താ മോളെ ഉണ്ടായത്? അച്ഛനമ്മമാരും മക്കളും കൂടി അടുക്കളയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കിയതും മുതല് കെട്ടിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാനും മനോജും ഒക്കെ ഏത് ഗ്രൂപ്പിലാ? അറിയാതെ ഞാനൊരു ചപ്പാത്തി എടുത്തുപോയി. അതൊരു വലിയ തെറ്റായി പോയല്ലേ? ചീരി തിരുവന്നും ഗ്രൂപ്പിസം എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തില്. പക്ഷെ എന്റെ ഭർത്താവിന്റെ കുടുംബത്തിലെ അടുക്കളയിലാ ചേരി തിരുവന്ന് ഞാൻ അറിഞ്ഞില്ല. ഹരിതേ, നീ ഗ്രൂപ്പിസവും നോക്കണ്ട, ചേരിതിരിവും നോക്കണ്ട, ആരുടെയും പക്ഷം പിടിക്കുകയും വേണ്ട. പ്രകാശേട്ടൻ കാണിച്ചതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു കൂടപ്പിറപ്പിന്റെ സ്നേഹത്തോടെ പറയോ, ഹരിത ആഹാരം കഴിക്കും.
വേണ്ട. ഔദാര്യത്തിന് നന്ദി. ഇനി ഈ ആഹാരം കഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ഭർത്താവിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ തെരുവിൽ കിടന്ന് തെണ്ടുന്നതാ. മോറങ്ങോട്ട് വിടണേ. അവന്റെ ഒരു ചപ്പാത്തി. മോനെ പറയാതിരിക്കാൻ വയ്യ പ്രകാശേട്ടാ. കാണിച്ചതൊക്കെ വളരെ മോശമായി പോയി. ഒരു മോശമില്ല. ബാക്കിയുള്ള ആഹാരം എടുത്തിട്ടേ ഫ്രിഡ്ജിൽ വെച്ചേക്ക്. നാളെ രാവിലത്തെ ഭക്ഷണേ അങ്ങനെയെങ്കിലും ലാഭിക്കാമല്ലോ. മോളെ നീ മടുത്തച്ഛ. ഭർത്താവെന്ന് വെച്ച് സഹിക്കുന്നതിനൊരു അതിരുണ്ട്. മോളെ ഭർത്താവിന്റെ ഈ വക പെരുമാറ്റങ്ങൾ സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കാം. പക്ഷേ അച്ഛൻ എന്താ പറയാനൊരുങ്ങിയത്? എന്തായാലും സുചിത്രയോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പറഞ്ഞോളൂ മാധവേട്ട. സ്വന്തം മകനായതുകൊണ്ട് ഞാൻ പ്രകാശിനെ ന്യായീകരിക്കുകയാണെന്ന് തോന്നരുത്. വലിയ ശമ്പളക്കാരനൊന്നും അല്ല പ്രകാശൻ. പണം വരാനുള്ള മറ്റ് വരുമാന മാർഗങ്ങളും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും അവൻ പുതിയ വീട് വെക്കാനുള്ള ശ്രമത്തിലാ. അതിനുള്ള പണം അവന്റെ കരുതൽ കൊണ്ടുണ്ടായതല്ലേ. ആ നിലയ്ക്ക് ഭർത്താവിന്റെ പിശുക്കും സ്വാർത്ഥതയും നിനക്ക് ഗുണകരമല്ലേ മോളെ? അതായത് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഭർത്താവിന്റെ പിശുക്ക് പോലും ഭാര്യ അംഗീകരിക്കണമെന്നോ? അതല്ലേ മാധവേട്ടൻ ഉദ്ദേശിച്ചത്? എന്നല്ല, പ്രകാശന്റെ കടുംപിടുത്തവും പിശുക്കും ഒക്കെ സുചിത്രയുടെ നല്ലൊരു ഭാവി ജീവിതത്തിന് കാരണമാകുമെന്ന്. അങ്ങനെ ഓർത്ത് മോള് സമാധാനിക്കണം. വാ ചന്ദ്രിയെ. നിർത്ത്. എന്തിനാ മനോജ് വീണ്ടും നീ നരകത്തിലേക്ക് കൊണ്ടുവന്നത്? ഡൈനിങ് റൂമിലേക്ക് പോകാൻ പാടില്ലെന്ന് നിനക്ക് എന്നോട് പറയാറുന്നില്ലേ? ക്ഷേത്രത്തിൽ നിന്നല്ലേ ഞാൻ നിന്നോടൊപ്പം ഇങ്ങോട്ട് തിരിച്ചത്? അവിടെ നിവേദ്യ പായസം പ്രസാദമായിട്ട് കൊടുത്തിരുന്നല്ലോ. ജോലിയും കൂലിയും ഇല്ലാത്ത നിന്റെ ഭാര്യയ്ക്ക് ഇവിടെ എച്ചില് തിന്നുന്ന ഒരു പട്ടിയുടെ വില പോലും ഇല്ലെന്ന് നിനക്ക് അറിയാറുന്നില്ലേ? വിഷപ്പടക്കാൻ ഒരില്ല പായസം കൂടി കരുതാറുന്നല്ലോ നിനക്ക്. ഹരിതേ, സോറി. ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അയാളുടെ വിവരക്കേടിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. കഷ്ടം. നിന്നെപ്പോലെ ഗതികെട്ട ഭർത്താക്കന്മാർക്ക് എടുത്ത് പ്രയോഗിച്ച് രക്ഷപ്പെടാൻ ഒരു വാക്കുണ്ടല്ലോ, മാപ്പ്. MLA കരുണാകരക്കുറുപ്പിന്റെ മകള് വിഷപ്പടക്കാൻ തെരുവ് തണ്ടണോന്ന്. എന്താ ഞാനത് പഞ്ചപുച്ച അടക്കി അനുസരിക്കണോ? എന്റെ പൊന്നു ഹരിതേ, നമുക്കതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. നീ ഒന്ന് അടങ്ങ്, സമാധാനിക്ക്. സമാധാനിക്കാം. ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. നിന്റെ കാല് പിടിക്കാം. എന്താ വേണ്ടത് നിനക്ക്? ജോലിയും കൂലിയും ഇല്ലാതെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ കഴിയുന്ന നിന്റെ കൂടെ ഞാൻ ഇനി നിൽക്കില്ല. നീ എത്രയും പെട്ടെന്ന് സ്വന്തമായി ഒരു വരുമാന മാർഗം ഉണ്ടാക്കണം. നീ വളരെ കാലം എന്റെ ശമ്പളക്കാരനെ കഴിഞ്ഞു.
അത് കഴിഞ്ഞ് സ്റ്റാർട്ടപ്പ് ബിസിനസിന്റെ പേരും പറഞ്ഞ് ലക്ഷങ്ങൾ ദൂർത്തടിച്ച് ജീവിച്ചു. ഇപ്പൊ വീണ്ടും അച്ഛനമ്മമാരുടെ ചെലവിൽ കഴിയുന്നു. ഇനി അത് ശരിയാവില്ല. ഭർത്താവായ നിന്റെ ചെലവിൽ ജീവിക്കണം എനിക്ക്. എന്താ അതിന് പറ്റുമോ? എന്താ നിനക്കൊരു മൗനം? നടക്കത്തില്ലെങ്കിൽ പറഞ്ഞേക്ക്, ഞാൻ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം. അറിയാലോ, എന്നെ മറ്റൊരാളെ കൊണ്ട് കെട്ടിക്കാനുള്ള തയ്യാറെടുപ്പിൽ അപ്പച്ചി. ഞാനൊന്ന് സമ്മതം മൂളേണ്ട ആവശ്യമുള്ളൂ. അത് പിന്നെ ഞാനൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മനോജ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും എന്നോട് പറയണ്ട. കുറെ നാളായില്ലേ തുടങ്ങിയിട്ട്. മനോജ്, എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാൻ നീ തയ്യാറായിക്കോ. ഹരി, വേണ്ട. ഒരു കാര്യത്തിൽ എനിക്കിപ്പോ സന്തോഷം തോന്നുന്നുണ്ട്. നിന്റെ പെങ്ങളായിട്ട് തന്നെ എന്റെ വയറ്റിൽ കിടന്ന് കുഞ്ഞിനെ കൊന്നതില്. അതെ മനോജ്, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ എന്റെ കുഞ്ഞിനെ ആഹാരത്തിന്റെ മുമ്പിൽ നാട്ടി പായിച്ചേനെ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. എന്തുപറ്റി? മനസ്സിന് ഒരുപാട് പ്രയാസമുണ്ട് ചന്ദ്രു. എന്തൊക്കെയായാലും ഹരിത നമ്മുടെ മരുമോളല്ലേ. ഇത്രയും നാളും പരസ്പരം പിരിഞ്ഞു നിന്നതിന് ശേഷവും അവൾ ജോലിയും കൂലിയും ഇല്ലാത്ത മനോജിനൊപ്പം തിരികെ വന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. കോടീശ്വരിയാ അവള്. അതുപോലും ഓർക്കാതെ ആഹാരം കഴിക്കാൻ വന്നിരുന്ന അവളുടെ മുന്നിലെ അന്നം തട്ടിത്തെറിപ്പിച്ചത് മഹാക്രൂരതയായി പോയില്ലേ ചന്ദ്രു? അവന്റെ അനിയന്റെ ഭാര്യയല്ലേ ഹരിത. ഒരു സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവനത് ചെയ്യുമായിരുന്നോ? അവന് ജന്മം നൽകിയത് ഞാനാണല്ലോ നോർത്ത് വല്ലാതെ ലജ്ജിച്ചു പോയി. മകന്റെ ക്രൂരതയിൽ വല്ലാതെ തരം താണു പോയ ഒരച്ഛന്റെ കുറ്റബോധത്തിലായിപ്പോ ഞാൻ. മാധവേട്ട, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് മനോജിന് കുറച്ച് പണം കൊടുത്ത് സഹായിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ വിവാഹമോചനത്തിനുള്ള ഹരിതയുടെ വക്കീൽ നോട്ടീസ് മനോജിനെ കൈപ്പറ്റേണ്ടി വരും. നീ പറയുന്നേ? പ്രകാശം കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് മാപ്പ് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പോയതാ ഞാൻ. മനോജിനെ ഹരിത ഒന്നിനും കൊള്ളാത്തവനെന്ന് കുറ്റപ്പെടുത്തുന്നത് ഞാൻ കേട്ടു. മനോജ് എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തി സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി ജീവിക്കണമെന്ന ഹരിതയുടെ നിലപാട്. മനോജിന്റെ ശമ്പളക്കാശിന്റെ ചെലവിൽ 10 ദിവസമെങ്കിലും ജീവിക്കണമെന്ന ഹരിതയുടെ ആഗ്രഹം. ഏതൊരു ഭാര്യയുടെയും ന്യായമായ ആഗ്രഹമല്ലേ ചന്ദ്രു അത്? അതിന് കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പോരുത്. അതെ, ആ ആഗ്രഹം നടന്നില്ലെങ്കിൽ മനോജുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്ന ഹരിത പറയുന്നത്. ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ കുറച്ചു പണമെങ്കിലും ഉടനെ കൊടുത്തേ മതിയാവും. ഒരു 10,000 രൂപയെങ്കിലും സ്വന്തം ബിസിനസ്സിൽ നിന്നുണ്ടാക്കി മനോജ് ഹരിതയെ ഏൽപ്പിച്ച അവൾക്കത് സന്തോഷാവും. ബന്ധം ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയും ചെയ്യും. മാധവേട്ട, ഇല്ലെങ്കിൽ ഹരിത ഈ ജന്മം ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട.
അത്രയ്ക്ക് സഹിച്ചു നിൽക്കുക അവള്. നീ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ബിസിനസ് തുടങ്ങാനുള്ള പണം എങ്ങനെ കൊടുക്കാനാ? ഓർമ്മള തന്ന 5 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കല്ലേ. സെക്രട്ടറിയാ. എന്താടോ? കേസിന്റെ പേര് നാളെയാണ്. ആരൊക്കെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. കോടതി വരാന്ന് മുഴുവൻ ഇറങ്ങിയത് ഞാനല്ലേ. നാളെ വിധി എനിക്ക് അനുകൂലമായി വരുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിപ്പം പിന്നീട് പതറുന്നേ. ഇവിടെ കുറുപ്പാരുടെ ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് വെറും കള്ളക്കഥകൾ മാത്രമാണ്. പിന്നെ എന്തെങ്കിലും കള്ളക്കളികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടിയാ. അതും പാർട്ടി തീരുമാനം അനുസരിച്ച്. ഇനി തനിക്ക് വല്ല സംശയമുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ചാനൽ ചർച്ചകളൊക്കെ നമുക്ക് അനുകൂലമായിട്ടല്ല. അതുകൊണ്ടൊരു മുൻകരുതൽ എടുക്കണമെന്ന് സൂചിപ്പിച്ചതാണ്. മനസ്സിലായില്ല. അല്ല, അപ്പീലിന് പോകാനുള്ള പേപ്പറുകൾ നീക്കാനും കൂടി ഇപ്പോഴേ വക്കീലിനോടൊന്ന് സൂചിപ്പിച്ചേക്കണം കേട്ടോ. ശരി, ഞാൻ വിളിക്കാം.